is with a short story. എനിക്ക് ചെറിയ സിമ്പിൾ തൈറോയിഡ് ക്യാൻസർ വന്ന സമയത്ത് ഐ വാസ് സോ ഡിപ്രസ്ഡ്. ലൈക്ക് 15 വർഷമായിട്ട് തനിച്ചാണ്. അപ്പോൾ എന്നോട് ആൾക്കാർ ചെയ്ത ദ്രോഹം കൊണ്ടാണ് ഞാൻ തനിച്ചായിപ്പോയത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഞാൻ എൻ്റെ ചില അറിയുന്ന വീടുകളിൽ പോയിട്ട് ഇവരോട് ഇങ്ങനെ ഷെയർ ചെയ്യും. സങ്കടം വരുമ്പോൾ പറയാൻ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ പോയി സങ്കടം പറഞ്ഞപ്പോഴേ അവരെന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ബിക്കോസ് എന്നെ ദ്രോഹിച്ചവരുടെ പക്ഷം ചേർന്ന് നിന്ന് ദ്രോഹിച്ചു. ചുമ്മാ തരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ, ആ ദുഷ്ടത്തനം വിവരക്കേടിൻ്റെ കുട്ടിയാണ്. മനസ്സിലായില്ലേ? വിവരക്കേട് പ്രസവിക്കുന്ന കുട്ടിയാണ് ദുഷ്ടത. അപ്പോൾ ഞാനവിടെ നിന്ന് കരഞ്ഞ് എൻ്റെ 2 കണ്ണുനീർ തുള്ളി അവിടെ വീണ്. അപ്പോൾ ഈ 10-20 വർഷമായിട്ടൊക്കെ തനിയെ താമസിക്കുന്നവരെല്ലാം വിധവകളുടെ കൂട്ടത്തിലാണ് കൂട്ടുന്നതെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. ഐ ഡോണ്ട് വോണ്ട് ടു ബിക്കം, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ പിന്നെ ഞാൻ ഇവരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ തലമുറ നശിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പോന്നു, എൻ്റെ കണ്ണുനീര് കൊണ്ട് ഒന്നും ഭവിക്കരുതേ എന്ന്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട സ്ത്രീകൾ, വിധവകൾ ഒക്കെ എങ്ങനെ പെരുമാറണമെന്നും ബൈബിളിൽ ജോബിൻ്റെ പുസ്തകത്തിലും ഭഗവത്ഗീതയിലും വന്നിട്ടുണ്ട്. 2 പോർഷൻ ഞാൻ കാണിച്ചത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തിനാണ് ഈ പുരാണ പുസ്തകങ്ങൾ? നമ്മൾ ഈ ചന്തി എന്ന് പറയത്തില്ലേ, ചന്തി ചീത്ത വാക്കാണ് അറിയത്തില്ല, അതും പിന്നെ ഈ ബാക്കി ഒക്കെ കാണിച്ചിട്ട് നമ്മളെന്തിനത് കാണാൻ പോയിട്ട് തന്നെ അവരെ കുറ്റം പറയുന്നത് അല്ലേ? കാണാൻ പോയിട്ടല്ലേ കണ്ടത്. ഇനി അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറ്റമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് ബുദ്ധി ഉണ്ടായിരുന്നോണ്ടോ ഇല്ലായിരുന്നോണ്ടോ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് എടുത്തിട്ടിരുന്നോണ്ട് എനിക്ക് ചന്തി കാണിക്കേണ്ടി വന്നില്ല എന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 21 വർഷം എൻ്റെ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ ആകെ ചേച്ചി പറഞ്ഞല്ലോ, സ്വാമി വിവേകാനന്ദനും മദർ തെരേസയും ഫ്ലോറൻസും ഒക്കെയാണ്. മമ്മൂട്ടി മോഹൻലാലും ഉണ്ടേ, 2 പേരും ഉണ്ടേ. ശോഭനയും ഉർവശി ഒന്നും കളയാൻ പറ്റില്ല. പക്ഷേ ദ റിയൽ സെലിബ്രിറ്റീസ് അവരാണ്. ആകെ ചേച്ചി പറഞ്ഞപ്പോഴേ ഞാനും ചിന്തിച്ചു തുടങ്ങി, സ്വാമി വിവേകാനന്ദനെ പോലെ ഇപ്പോഴത്തെ ജനറേഷൻ നയിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടെ പറയട്ടെ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ വേദനിപ്പിച്ച് നമ്മൾ കാശുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മരുന്നിന് ചിലവാക്കേണ്ടി വരും. ഞാൻ കണ്ടിട്ടുണ്ട്, ഇനിയും പറഞ്ഞുതരാം ആയിരക്കണക്കിന് സ്റ്റോറീസ്. ഞാൻ എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ ഞാൻ ആളുകളോട് ഇടപഴകുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് സ്റ്റോറീസ് ഇടണം. സോ അവരോട് പോയി മാപ്പ് പറഞ്ഞ് അവരെ സഹായിക്കാൻ ഒരു അപേക്ഷയും അഭ്യർത്ഥനയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ആരും വേദനിക്കാതിരിക്കട്ടെ, വേദനിക്കാതിരുന്നോട്ടെ. വലിയ ദുരിതങ്ങൾ വരുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്ന അതിൻ്റെ കൂടെ അവർക്കൊരു പാലിയേറ്റീവ് കെയറും കൂടെ സജസ്റ്റ് ചെയ്ത് കൊടുക്കൂ. ഒരു ദുരിതത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ ഏക വഴി രോഗദുരിതത്തിൽ പാലിയേറ്റീവ് കെയറാണ്. സോ